നമസ്കാരം. യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2025 ഇമിഗ്രേഷൻ ധവളപത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള UK വിസ സെറ്റിൽമെന്റ് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളിലാണ് UK സർക്കാർ മാറ്റം കൊണ്ടുവരുന്നത്. ധവളപത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ചൊരു ടൈം പീരീഡ് കൊണ്ടുവന്നിട്ടില്ല. ധവളപത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. 2025 ജൂലൈ 22 മുതൽ UK ഗവൺമെന്റ് സ്കിൽഡ് വർക്കർ വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന ജോലികളുടെ എണ്ണം കുറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വിസയുടെ എണ്ണം കുറയ്ക്കുകയും വളരെ കുറച്ച് ജോലി ഒഴിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുതുക്കിയ പട്ടിക 2026 വരെ നിലനിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2026 ശേഷം ഏതൊക്കെ മീഡിയം സ്കിൽഡ് ജോലികൾ ഇതിലേക്ക് ചേർക്കണമെന്ന് അല്ലെങ്കിൽ ഈ പട്ടികയിൽ നിലനിർത്തണമെന്ന് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി പരിശോധിച്ചു വരികയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വിദേശ റിക്രൂട്ട്മെന്റും 2025 ജൂലൈ 22 അവസാനിച്ചിരുന്നു. 2027 ജനുവരി 1 അതിനുശേഷം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന ഗ്രാജുവേറ്റ് വിസകൾക്ക് 18 മാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. യുകെയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആളുകൾക്ക് അവരുടെ പഠനം പൂർത്തിയാക്കിയ ശേഷം 18 മാസം വരെ തുടരാനേ ഇനി കഴിയൂ. PhD പഠനം പൂർത്തിയാക്കുന്നവർക്ക് 36 മാസം വരെ നിൽക്കാം. നേരത്തെ വിദ്യാർത്ഥികൾക്ക് 2 വർഷം വരെ ലഭിക്കുമായിരുന്നു. ഗ്രാജുവേറ്റ് വിസകൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമില്ല, എന്നാൽ അവർക്കത് നീട്ടാൻ കഴിയില്ല. എന്നാൽ തൊഴിലുടമയെ കണ്ടുപിടിച്ചാൽ അവർക്ക് ആ വിസയിൽ നിന്ന് സ്പോൺസർ ചെയ്ത സ്കിൽഡ് വർക്കർ വിസയിലേക്ക് മാറാൻ അവസരമുണ്ടായിരുന്നു. എന്നാൽ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്ന് ഒരാളുടെ ജോലി നീക്കം ചെയ്താൽ അവർക്കിനി ആ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ട്രാൻസ്പോർട്ട്, ഡെന്റിസ്ട്രി, ജയിൽ ജോലികൾ ചെയ്യുന്ന മീഡിയം സ്കിൽഡ് ജോലികളിൽ തൊഴിലെടുക്കുന്നവരെയാണ് ഈ മാറ്റം പ്രതികൂലമായി ബാധിക്കുന്നത്. 2026 ജനുവരി 8 മുതൽ സ്കിൽഡ് വർക്കർ, സ്കെയിൽ ആപ്പ്, ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസകൾക്കുള്ള അപേക്ഷകർക്ക് B2 ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇനി മുതൽ നേരത്തെ ഉണ്ടായിരുന്ന B1 ഉയർന്ന സ്കോർ വേണം. ജനുവരി 8 മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് UK സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. UK സർക്കാരിന്റെ ഈ പദ്ധതികൾ താഴ്ന്ന ഇടത്തരം വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് വർക്ക് വിസ ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നിരവധി ജോലികൾ ഈ പട്ടികയിൽ നിന്നും എടുത്തുമാറ്റി എന്ന് UK ഇമിഗ്രേഷൻ വിദഗ്ധനായ യാഷ് ദുബാൽ പറഞ്ഞു. എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും നിർമ്മാണ ജോലികൾ പോലെയുള്ള തൊഴിലാളികൾ കുറവുള്ള ജോലികൾക്ക് ഇപ്പോൾ നല്ല അവസരമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം മുതൽ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം A-ലെവൽ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ യുകെയിൽ ജോലി ചെയ്യുന്ന സീസണൽ തൊഴിലാളികൾക്ക് 2025 നവംബർ 11 മുതൽ 10 മാസം കാലയളവിൽ 6 മാസം വരെ ജോലി ചെയ്യാൻ കഴിയും. നേരത്തെ അവർക്ക് 12 മാസം കാലയളവിൽ 6 മാസം ജോലി ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. 2025 നവംബറിൽ ഹൈ പൊട്ടൻഷ്യൽ ഗ്ലോബൽ ടാലന്റ് വിസ റൂട്ടുകൾ കുറച്ചുകൂടെ എളുപ്പമാക്കും. ഹൈ പൊട്ടൻഷ്യൽ വ്യക്തിഗത റൂട്ട് യോഗ്യത നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കും. അതുപോലെ വാർഷിക അപേക്ഷകരുടെ എണ്ണം 8000 പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഇത് 2025 നവംബർ 4 മുതൽ പ്രാബല്യത്തിൽ വരും. കൂടാതെ ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം 2025 അവസാനത്തോടെ കുടുംബ വിസകൾക്കും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.